ഹലോ, വെൽക്കം ബാക്ക്. രാത്രി തുടങ്ങിയ മഴയും കാറ്റുമാണ് കേട്ടോ. എന്തൊരു മഴയായിരുന്നു എന്ന് പറയണ്ട. രാത്രിയിൽ പേടിയായിപ്പോയി. ഇന്നലെ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ അതുപോലെ മഴയായിരുന്നു. പിന്നെ ഭയങ്കര ഇരപ്പായിരുന്നു കേട്ടോ ഈ മഴ പെയ്യുന്നതും. പിന്നെ നമ്മുടെ പുറകു സൈഡ്, വീടിൻ്റെ പുറകു സൈഡായിട്ട് അവിടുന്ന് ഒരു ചാല് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പം 2 ചാലായി. ഇവിടുന്ന് ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. പിന്നെ വേറൊരു ചാൽ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നല്ല വെള്ളപ്പൊക്കമായിരുന്നു, ഭയങ്കര ഇരപ്പായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഏകദേശം തോർന്നു. പിള്ളേർ സ്കൂളിൽ പോകാനായി. സ്കൂളിൽ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ അവധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് മീൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പച്ചമീൻ എല്ലാവരും മേടിച്ച് തുടങ്ങി. അപ്പോൾ ഇന്ന് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പച്ചമീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇരുന്ന തെരണ്ടി ഞാൻ വറ്റിച്ചെടുത്ത കേട്ടോ, മുളകൊക്കെ ഇട്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ അവർക്ക് കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുരിശൊക്കെ വരച്ചിട്ട് അവർ പോകാൻ വേണ്ടി റെഡിയായി. മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ പോകാറായപ്പോഴത്തേക്കും പിന്നെയും മഴ അതുപോലെ തുടങ്ങി കേട്ടോ. നല്ല മഴ സമയത്താണ് പിള്ളേരെ വണ്ടിയിൽ കയറ്റി വിട്ടത്. വിടണ്ടാന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ദിവസം നമ്മൾ വിടാമായിരുന്നു. എല്ലാ ദിവസവും മഴയത്ത് പിള്ളേരത് പ്രതീക്ഷിക്കും. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് വിട്ടത് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്കൂളിൽ പോകുന്ന ടൈമാണ്. പിന്നെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ കപ്പയാണ് കഴിച്ചു കേട്ടോ. ഉണക്കപ്പയും മീൻകറിയും പിന്നെ കട്ടൻ ചായ. മധുരമൊന്നും ഇടാതെയാണ് നമ്മൾ പണ്ടൊക്കെ കഴിക്കില്ലേ, ഇച്ചിരി പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കില്ലേ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും ചക്കയൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി പൊടി ഇട്ടിട്ട് ചൂടുവെള്ളം അങ്ങനെ കുടിക്കുന്ന കട്ടൻ ചായ. അപ്പോൾ മീൻകറി രസമുണ്ടായിരുന്നു കേട്ടോ. കപ്പ ഉണക്കപ്പ അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറി വണ്ടി വന്നു കേട്ടോ. വ്യാഴാഴ്ച ദിവസം എല്ലാ ദിവസവും അവർ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ഇതിൽ വരും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വെയിറ്റ് ലോസിനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഭക്ഷണം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഏത് ടൈമിലാണ് ഫുഡ് കഴിക്കേണ്ടതെന്നും 4-16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോളോ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. റിസൾട്ട് വന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഒരു മാസം കൊണ്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.